ഹായ്, ഇന്ന് നമുക്കൊരു ചീരക്കഥ പറഞ്ഞാലോ? രാവിലെ ചീര പറിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ, ആവേശത്തോടെ. അപ്പോഴാണ് ചീര കഴിക്കാൻ ഒരു അതിഥി വന്നിരിക്കുന്നത് കണ്ടോ കേട്ടോ. അപ്പോൾ ഈ അതിഥി എനിക്ക് പേടിയായതുകൊണ്ട് അച്ഛയെ വിളിച്ചു. ഇനി നമുക്ക് അച്ഛയെ കൂട്ടിയിട്ട് ചീര പറിച്ചാലോ? അപ്പോൾ നമ്മൾ ചീരക്കഥ തുടങ്ങുവാണേ. കുറച്ച് മുമ്പോട്ട് പോവാം, പുറകോട്ട് പോവാം. ഫ്ലാഷ് ബാക്ക്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് കേട്ടോ. അന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ കഞ്ഞിയും വേറും കിട്ടും. കഞ്ഞിയല്ല, ഇച്ചിരി വെള്ളം കൂട്ടിയ ചോറ്. അത് തന്നെ കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കറി കൊണ്ടുപോകും കേട്ടോ. ഫ്രണ്ട്സൊക്കെ ബീട്രൂട്ട്, ക്യാരറ്റ്, മുട്ട ഇതൊക്കെ ആയിരിക്കും കറി കൊണ്ടിരുന്നത്. നമ്മളാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ടാണ് തോരൻ വെച്ച് അല്ലെങ്കിൽ കറി വെച്ച് കൊണ്ടുപോകുന്നത്. മെയിനായിട്ടുള്ള കറികളെന്ന് പറഞ്ഞാൽ ചീരത്തോരൻ, വാഴയ്ക്കാത്തോരൻ, കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്. അപ്പം ഞങ്ങളിതൊക്കെയാണ് കറി കൊണ്ടുവന്നത്. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എനിക്ക് 2 അനിയന്മാരുണ്ട്. ഞങ്ങൾ 3 പേരും കൊണ്ടുവന്ന കറി ഇതായിരിക്കും. അപ്പം നമ്മുടെ പറമ്പിൽ ഒരു കറിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നെങ്കിൽ ചീരയായിരിക്കും, വേലിച്ചീരയാണ് മെയിനായിട്ടുള്ളത്. ഇതേപോലെ ഒരു പിടിക്കുള്ളത് കാണും. അപ്പോൾ രാവിലെ കറി വെക്കാനൊന്നുമില്ലെങ്കിൽ തോവാളമ്മ പറയും, പോയിട്ട് മോനെ ചീര പറിച്ചിട്ട് വരാൻ പറയും. ഈ തോവാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ മുമ്പ്. അപ്പം അവിടെ നമ്മൾ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അച്ഛയുടെ അമ്മയെ നമ്മൾ തോവാള അമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയാണ് അടിപൊളിയായിട്ട് കറി വെക്കും. പിന്നെ വയ്യാതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണ് തോളാമ്മയുടെ കറികൾ കൂട്ടാനായിട്ടുള്ള ഭാഗ്യം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വേലിച്ചീര നമ്മുടെ കിണറിൻ്റെ ചുറ്റും അതുപോലെ തന്നെ പറമ്പിൻ്റെ വേലിയുടെ സൈഡുകളിലെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ തളിരിലയും തണ്ടും കൂടെ നോക്കിയിട്ട് പറിച്ചുകൊണ്ട് വരാൻ പറയും. അത് മാത്രമല്ല, ഇതേപോലെ കാന്താരിയും കൂടെ പറിക്കാൻ പറയും. തോരൻ വെക്കാൻ വേണ്ടി കാന്താരി വേണമല്ലോ. പച്ചമുളകൊന്നും കാണുന്നില്ല. കാന്താരിയൊക്കെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ കാണും. അത് ആരും നട്ടു വെക്കുന്നൊന്നും അല്ല കേട്ടോ. ഈ കിളികളൊക്കെ തിന്നിട്ട് അതിൻ്റെ അരിയൊക്കെ വീണ്ടും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ കാന്താരി നട്ടു വെക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് അന്നത്തെ കറികളെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പിടി ചീരത്തോരൻ ഇതുപോലെ അരിഞ്ഞ് തോരനൊക്കെ വെച്ച് സെറ്റാക്കും കേട്ടോ. പിന്നെയുള്ളത് വാഴയ്ക്കാത്തോരനാണ്. പറമ്പിൽ ഇഷ്ടംപോലെ വാഴ ഉണ്ടാവും. അതായത് ഈ ചെറുപഴമില്ലേ, അത് പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് നമ്മളിവിടെ വാഴയ്ക്കയെന്ന് പറയുന്നത്. അതരിഞ്ഞിട്ട് തോരൻ വെക്കും, അല്ലെങ്കിൽ ചമ്മന്തി ആയിരിക്കും. കാരണം പറമ്പിൽ നിന്ന് 1-2 തേങ്ങയൊക്കെ കിട്ടും നമുക്ക്. തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. ഇന്നത്തെ തേങ്ങയുടെ വില ഹോഹോ. അപ്പോൾ അങ്ങനെ തേങ്ങ വെച്ചുള്ള കറികളായിരിക്കും കൂടുതൽ. അപ്പോൾ എൻ്റെ അനിയന്മാർക്ക് ഏറ്റവും ഇഷ്ടം ചീരത്തോരനാണ്. അവന്മാർ ആദ്യമായിട്ട് വെക്കാൻ പഠിച്ചതും വെക്കാൻ അറിയാവുന്നത് ആ സമയത്തെന്ന് പറയുന്നത് ചീരത്തോരനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയന്മാർ ചീരത്തോരൻ വെച്ചൊരു കഥയൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവനെങ്ങാണ് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ വല്ലതും പറഞ്ഞാലോ. ഈ മരം കണ്ടോ, ഇത് മഞ്ചാടിയാണ് കേട്ടോ. നമ്മുടെ കൃഷ്ണ ഭഗവാൻ ഇഷ്ടമുള്ള മഞ്ചാടിക്കുരു. എവിടെയോ പാകിയപ്പോൾ ഉണ്ടായി വന്നതാണ്. അത് അച്ഛൻ പറമ്പിൻ്റെ സൈഡിൽ കൊണ്ട് നട്ടുവെച്ചു. അപ്പം നമ്മളിന്ന് ഇത് ചീമച്ചേമ്പാണ് കേട്ടോ. ഇതിലെ വെള്ളത്തിനിടയ്ക്ക് ഒരു പ്രാണി പെട്ടുപോയി. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മളിനി ചീരത്തോരൻ വെക്കാനായിട്ട് ചീരച്ചേമ്പും കൂടെ പറിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാന്താരിയും കൂടെ പറിക്കാം. അങ്ങനെ പറഞ്ഞു വന്നത് പണ്ടത്തെ ചീരക്കഥയാണ്. അങ്ങനെ കാന്താരിയൊക്കെ പറിച്ചിട്ട് തോളാമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പണി തിരക്കാണെങ്കിൽ, ജോലിയാണെങ്കിൽ തോളാമ്മയായിരിക്കും തോരനൊക്കെ വെക്കുന്നത് കേട്ടോ. നല്ല കൺവെൻഷണൽ സ്റ്റൈലിലായിരിക്കും വെക്കുന്നത്. ഇതേപോലെ ഒരു ചാക്കിനകത്ത് മണ്ണ് നിറച്ചിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൃഷികൾ അന്ന് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിന് ക്ഷാമം ഉണ്ടെങ്കിലും നമ്മൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വേസ്റ്റ് വരുന്ന വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെറിയതായിട്ട് നമ്മൾ വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര ഹെൽത്തിയാണ്. അതിൻ്റെ വാല്യൂ ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ്, മുട്ടയൊക്കെ കറികളൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അന്ന് ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ പിന്നെ എപ്പോഴോ ഇതിനോടൊക്കെ ഉള്ള ഒരു സ്നേഹം അങ്ങോട്ട് മൂത്തു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇപ്പം ഞാൻ ഹോസ്റ്റലിലെ കുക്കിംഗ് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഹോസ്റ്റലിലേക്ക് ഞാൻ ഇവിടുന്ന് ചീരത്തോരൻ ഇതെല്ലാം കൊണ്ടുപോകും. ചീര ഫാൻസ് ഓഫീസിലും കുറേ പേരുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചീരത്തോരൻ പാത്രത്തിനകത്തിട്ടിട്ട് സ്കൂളിൽ പോകും. എന്നിട്ട് നമ്മൾ ഈ ഓടിച്ചാടിയല്ലേ പോകുന്നത്. എന്നിട്ട് പാത്രത്തിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ അതങ്ങ് സ്പ്രെഡായിട്ട് എടുക്കും ചീരത്തോരൻ. എന്നിട്ട് ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ക്യൂ നിന്നിട്ട് ചീര സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പയറും ചെറുപയറും അതുപോലെ തന്നെ ചോറും ഒക്കെ ഇട്ട് നമ്മൾ ചൂട് കഞ്ഞി കുടിക്കും കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ഓർമ്മയാണത് കേട്ടോ. അങ്ങനെ നമ്മൾ ചീരച്ചേമ്പ് പറിച്ചെടുത്തേക്കുവാണ്. ഇതിനി നമുക്കൊന്ന് തോരൻ വെക്കണം. മഴയൊക്കെ പെയ്ത് നിൽക്കുമായതുകൊണ്ട് അടിപൊളിയായിട്ട് ഇത് കഴുകേണ്ട കാര്യമില്ല. എന്നാലും നമ്മളൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഉണ്ടല്ലോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏലമില്ലേ, ഏലയ്ക്ക മരത്തിലാണോ ഉണ്ടാകുന്നത് കേട്ടോ. അല്ല, ഇതേപോലെ ഏലച്ചെടിയുടെ ചുവട്ടിലാണ് ഏലയ്ക്ക ഉണ്ടാകുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഏലച്ചെടിയുടെ വീഡിയോ പിന്നെ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ തോരൻ വെക്കാനുള്ള ചീരച്ചേമ്പ് പറിച്ചെടുത്തിട്ടുണ്ട്. അച്ചയ്ക്കൊന്നും ഈ ചീരച്ചേമ്പൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല.
വേലിച്ചീരയാണ് എല്ലാവർക്കും ഇഷ്ടം. വേലിച്ചീരയുടെ കൂടെ ചീരച്ചേമ്പും കൂടെ ഇട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചീരച്ചേമ്പിൻ്റെയും തണ്ടും എടുക്കാറുണ്ട് കേട്ടോ. വേലിച്ചീരയുടെ കമ്പ് ഇതുപോലെ അരിഞ്ഞിടുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുമുറാന്ന് കടിക്കാൻ കിട്ടും തോരന്. അത് അടിപൊളിയാണ് കേട്ടോ. പണ്ടത്തെ തോളാമ തോരൻ വെക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരകല്ലിലാണ് അരയ്ക്കുന്നത് കേട്ടോ. തേങ്ങയും മഞ്ഞപ്പൊടിയും കാന്താരി ഇതെല്ലാം കൂടെ ചതച്ചെടുക്കും അരകല്ലിൽ. എന്നിട്ട് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി അടുപ്പേ വെക്കും. അടുപ്പിലാണെന്ന് കൂടുതലായിട്ടും കറികളൊക്കെ വെക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പാനൊന്നുമില്ല കേട്ടോ, ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ആയിരിക്കും. എന്നിട്ട് കനലിലൊക്കെ വെച്ചിട്ടായിരിക്കും വേവിക്കുന്നത്. ഇപ്പം നമുക്ക് അരകല്ലുണ്ട്, പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മളിപ്പം മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ ലേശം ഒഴിച്ചിട്ട് കടുക് നമ്മളെ നോക്കി പൊട്ടിത്തെറിക്കും. അപ്പോഴത്തേക്ക് ഇതങ്ങോട്ട് വാരിയിട്ട് ഇളക്കി എടുക്കുക. എന്നിട്ട് ഒരു ലേശം ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചീര ഇടാൻ വേണ്ടി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കേ. അങ്ങനെ നമ്മൾ ലേശം ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ ചീര ഇട്ടിട്ടുണ്ട്. ഇനി ചീര ഒന്ന് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും അടുപ്പേ വെക്കാം കേട്ടോ. അച്ഛ അങ്ങനെയാണ് തോരൻ വെക്കുന്നത്. അച്ഛ അടിപൊളിയായിട്ട് തോരൻ വെക്കും, കറിയും വെക്കും. അങ്ങനെ ഉപ്പ് ആവശ്യമുള്ളതിട്ടു. ആദ്യം ഒരു ലേശം ഉപ്പിട്ടാൽ മതി. ഈ ഉപ്പ് നമ്മൾ ചതിക്കുവേ, നോക്കി കണ്ടുമൊക്കെ ഇട്ടില്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അങ്ങനെ ചീര ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് മൂടി ഒന്ന് വെക്കണം. അതിൻ്റെ തണ്ട് കൂട്ടി അരിഞ്ഞേക്കുന്നതുകൊണ്ട് അതൊന്ന് വെന്ത് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ചീരത്തോരൻ ഏകദേശം റെഡിയായി വന്നേക്കുവാണ്. അപ്പം നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ചീരത്തോരൻ കേട്ടോ. എൻ്റെ ചീരക്കഥയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കിക്കോട്ടോ, എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണ്ടേ. ഇന്ന് നമ്മൾക്ക് ഇതാണ് കറി. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആദ്യം ചീരയാണ് വെക്കുന്നത്. എന്നിട്ട് ഈ ചീര ഞാൻ കുറേ ഹോസ്റ്റലിലും കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് നമ്മൾ ലേശം ചോറും ഒരു മുട്ട പൊരിച്ചതും കൂടുതൽ ചീരത്തോരനും എടുത്തിട്ട് നൊസ്റ്റാൾജിക് ഓർമ്മയിൽ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കണേ. ഏത് അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്കിനി കാണാം. ചൂട് പറക്കുന്ന ചോറും ചീരത്തോരനും മുട്ട പൊരിച്ചതും കൂടെ കൂട്ടി ഒരു പിടി. അപ്പോൾ ചീര അങ്ങനെ പറയുന്നുണ്ട്, ഓടിപ്പോയി ചീരത്തോരൻ വെച്ചോ. അത്രയേ ഉള്ളൂ. തരാ.